മഹാകുംഭമേള നടക്കുന്ന ഗംഗയിലെയും യമുനയിലെയും ജലം മലിനമാണ് എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതം. ജലം സ്നാനത്തിന് അനുയോജ്യമല്ലെന്ന തരത്തിലായിരുന്നു പ്രചാരണം ഉണ്ടായിരുന്നത്. വെള്ളത്തിലെ ബാക്ടീരിയയുടെയും മലിനീകരണത്തിന്റെയും പരിശോധനാ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ഈ വ്യാജ പ്രചാരണത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വതി സതീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അശ്വതി, മഹാകുംഭമേള നടക്കുന്ന ഗംഗയിലെയും യമുനയിലെയും ജലത്തിന്റെ മലിനീകരണം വലിയ തോതിൽ എന്നുള്ള രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നിയന്ത്രണ വിധേയമായി തന്നെയാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത്. എന്താണ് അശ്വതിക്ക് എന്താണ് ഇതുമായി കൂട്ടിച്ചേർക്കാനുള്ളത്? അതെ രോഹിണി, വ്യാജ പ്രചരണങ്ങൾക്കുള്ള മറുപടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയിരിക്കുന്നത്. ത്രിവേണി സംഗമത്തിലും വിവിധ ഘാട്ടുകളിലും പല ദിവസങ്ങളിലെ വെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കിയാണ് കൃത്യമായ കണക്കുകളാണ് കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ പുണ്യസ്നാനം നടത്തിയ ഫെബ്രുവരി 12-ന് ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം അനുവദനീയമായ അളവിലും താഴെ മാത്രമായിരുന്നു എന്നതാണ് പ്രധാനമായി പറയേണ്ട കാര്യം. സാധാരണഗതിയിൽ 100 മില്ലി വെള്ളത്തിൽ 2500 ബാക്ടീരിയയുടെ സാന്നിധ്യം വരെ ആകാം. എന്നാൽ അന്നേ ദിവസം 200-ൽ താഴെ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുംഭമേള തുടങ്ങിയ ജനുവരി 13 മുതൽ ഫെബ്രുവരി 17 വരെയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഘടകങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഓക്സിജന്റെ അളവ്, അതുപോലെ തന്നെ സ്നാനത്തിന് അനുയോജ്യമാണോ, pH, അങ്ങനെ തുടങ്ങിയ ഒരു 6ഓളം കാര്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഓക്സിജന്റെ അളവ് 8.5 മില്ലി പെർ ലിറ്റർ ആണ്. അതായത് ജലസസ്യങ്ങൾക്കും ജലജീവികൾക്കും സുരക്ഷിതമാണ്. അവരുടെ ജീവന് ബാധിക്കുന്ന തരത്തിൽ യാതൊന്നും വെള്ളത്തിലില്ല. അതുപോലെ തന്നെ ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ BOD സ്നാനത്തിന് അനുയോജ്യമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ തന്നെയാണ് ഇത്രയും സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമായി പറയാം. നമാമി ഗംഗ, സ്വച്ഛ് ഭാരത് പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് ഇതിന് സഹായകമായത്. മഹാകുംഭമേളയുടെ സുരക്ഷിതമായ നടത്തിപ്പിനായി യോഗി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. സെൻസറുകളും ഓൺലൈൻ മോണിറ്ററിംഗ് സംവിധാനങ്ങളുമാണ് വിവിധ ഹട്ടുകളിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇത്രയും സുരക്ഷിതമായി കാര്യക്ഷമമായി കാര്യങ്ങൾ നടത്തുമ്പോഴാണ് രാഷ്ട്രീയ ലാഭം മുതലെടുത്തുകൊണ്ട് ചില കക്ഷികളും ബംഗാൾ മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. ഇതിനുള്ള തക്ക മറുപടി നൽകിയിരിക്കുകയാണ് കണക്കുകളിലൂടെ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്. അതേപോലെ തന്നെ അശ്വതി സതീഷ്, നമുക്കറിയാം കോടിക്കണക്കിന് ഭക്തരാണ് മഹാകുംഭമേളയിലേക്ക് എത്തുന്നത്. ത്രിവേണി സ്നാനം തന്നെയാണ് ഈ മഹാകുംഭമേളയിലെ ഏറ്റവും പുണ്യകർമ്മം അല്ലെങ്കിൽ പുണ്യസ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ കോടിക്കണക്കിന് ഭക്തർ അവിടെ എത്തുന്നു. അപ്പോൾ കൃത്യമായി അവർ ഈ ജലം മലിനപ്പെടുത്താതെ തന്നെ ഈ പുണ്യകർമ്മം നടത്തി പോകുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയല്ലേ? ഇത്രയും ആളുകൾ എത്തുമ്പോൾ സ്വാഭാവികമായും നദിയും നദിയുടെ പരിസരങ്ങളും ഒക്കെ മലിനമാകും എന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ത്രിവേണി സംഗമത്തിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. അല്ല എങ്കിൽ അങ്ങനെ മലിനപ്പെടുത്താനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് കൃത്യമായി നിയന്ത്രിക്കാനും അത് കൃത്യമായി സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ നേരത്തെ അശ്വതി പറഞ്ഞ പോലെ നമാമി ഗംഗ പോലെയുള്ള വൻ പദ്ധതികൾ, അതിന് നമ്മൾക്കറിയാം കേരളത്തിൽ നിന്നുള്ള മാതാ അമൃതാനന്ദമയി മഠം അടക്കം അതിന് സാമ്പത്തിക സഹായം നൽകിയതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പദ്ധതി. അപ്പോൾ ആ പദ്ധതി വിജയകരമായി തുടരുന്നു എന്നതിൻ്റെ ഒരു പ്രകടമായ ശാസ്ത്രീയമായ തെളിവ് കൂടിയല്ല ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അശ്വതി സതീഷ്. തീർച്ചയായും വിനോദ്, കൃത്യമായി പറയാൻ നമാമി ഗംഗയും അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് ശുചീകരണത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. അതുപോലെ തന്നെ ഇത്രയേറെ കോടിക്കണക്കിന് 40 കോടിയിലേറെ ഭക്തരാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. അവിടെ ഓരോ ഘട്ടുകളിലും സെൻസറുകളും ഓൺലൈൻ മോണിറ്ററിംഗ് സംവിധാനവുമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ മലിനീകരണത്തിന് തോത് കുറയ്ക്കാൻ സാധിച്ചു. ജൈവ മാലിന്യങ്ങൾ വിഘടിപ്പിക്കാനായി ജിയോ ട്യൂബ് ഫിൽട്രേഷൻ, ബയോമീഡിയേഷൻ തുടങ്ങിയ സംവിധാനങ്ങളാണ് അവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജന മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ സ്നാനം നടക്കുന്നത്. രാസമലിനീകരണം 30% രാസമലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. മാലിന്യം ഒഴുകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി 10,000-ലേറെ ശുചീകരണ തൊഴിലാളികളാണ് സ്നാനഘട്ടുകളിൽ പ്രവർത്തനം നടത്തുന്നത്.
അതെ, അങ്ങനെ തന്നെയാണ്. നമാമി ഗംഗ അടക്കമുള്ള പദ്ധതികൾ വളരെ വിജയകരമാണ് എന്നുള്ളതാണ്. ഈ അശ്വതി പറയുന്നത് പോലെ നമ്മൾക്കറിയാം കോടിക്കണക്കിന് ഭക്തരാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ നമ്മളെപ്പോഴും ഈ മലയാളികൾ താരതമ്യം ചെയ്യുന്നത് ഈ ശബരിമലയെയും ഈ മഹാകുംഭമേളയുമാണ് താരതമ്യം ചെയ്യുന്നത്. പക്ഷേ രണ്ട് തരത്തിലാണ്. 20 കോടിയോളം ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥ സ്നാനഘട്ടം എന്നുള്ള നിലയിൽ, പക്ഷേ 3.5 കോടി മാത്രമുള്ള കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ എത്തുന്നു, ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ എത്തുന്നു. പക്ഷെ പമ്പയുടെ അവസ്ഥ എന്താണ്? നമുക്കറിയാം, പമ്പ നദി വളരെ ശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല. അത് നോക്കുമ്പോഴാണ് ഈ ത്രിവേണി സംഗമത്തിൽ മാലിന്യമില്ല എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൻ്റെ മലിനീകരണ തോത് വളരെയധികം താഴെയാണ്. അതുമാത്രമല്ല വിനോദ്, ഈ വ്യാജ പ്രചാരണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ അവിടെ എങ്ങനെയാണ് ഇത് ശുചീകരിക്കുന്നത് അടക്കമുള്ള റിപ്പോർട്ടുകളുടെ ഒരു വിശദ വിവരങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വന്നതാണ്. അതൊന്നും ആരും സൃഷ്ടിച്ചതല്ല, കൃത്യമായ അവലോകനങ്ങൾ തന്നെയാണ് വന്നത്. മണിക്കൂറുകൾ ഇടവിട്ട് ക്ലോറിനൈസേഷൻ നടത്തുന്നു, മോണിറ്ററിംഗ് നടത്തുന്നു, സംവിധാനങ്ങൾ ഈ മറ്റ് പൂജാ വസ്തുക്കളൊക്കെ ജലത്തിൽ പടരുന്നത് ക്ലീൻ ചെയ്യുന്നതിന് ഉതകുന്ന സംവിധാനങ്ങൾ, ഇങ്ങനെ വളരെ വിപുലമായ രീതിയിലാണ് അവിടെ സംവിധാനങ്ങൾ വൃത്തിയാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ മറ്റ് പ്രചാരണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അവിടെ എല്ലാം വ്യക്തവും വൃത്തിയുമായി തന്നെയാണ് നടക്കുന്നത്. അതെ, പുണ്യ ഗംഗയായി തന്നെ, പുണ്യ യമുനയായി തന്നെ അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ത്രിവേണി സംഗമത്തിൽ എല്ലാവിധ സംരക്ഷണവും നദികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ശാസ്ത്രീയമായ പരിശോധനാ ഫലം കൂടിയാണ് ഇതോടെ പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വതി സതീഷ്.